നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭരണത്തിലിരിക്കുന്ന NDAക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാനോ കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി ആരോപണം ചൂണ്ടിക്കാട്ടാനോ പ്രതിപക്ഷ സഖ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവസാനം പ്രതിപക്ഷ സഖ്യങ്ങൾ വർഗീയത, ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. ഏതായാലും ഇതൊന്നും തന്നെ ഫലപ്രദമായി വിനിയോഗിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ പ്രതിക്കൂട്ടിൽ നിർത്താനോ ഇതുവരെ NDA സർക്കാരിനെ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് NDAയുടെ വിജയം. NDA സർക്കാരിനെതിരെ വെറുതെ അദാനി, അംബാനി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രഹാസം ഇളക്കി ഓടി നടക്കാനല്ലാതെ ഇന്ന് വരെ കൃത്യമായ ഒരു തരത്തിലും പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ BJP സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്ത് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നേരെ സുപ്രീം കോടതിയിലേക്കുമൊക്കെ പോയത്. ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദ വിവരങ്ങൾ വന്നപ്പോഴാകട്ടെ കുടുങ്ങിയതും പ്രതിപക്ഷ സഖ്യം തന്നെയാണ്. രാജീവ് ഗാന്ധി ഉൾപ്പെട്ട ബോഫേഴ്സ് തോക്ക് കുംഭകോണം കേസ്, അതുപോലെ അത് 820 കോടിയുടെ അഴിമതിയായിരുന്നു. രാജീവ് ഭരണത്തിൽ നിന്ന് തെറിച്ചതും അങ്ങനെയാണ്. മൊബൈൽ കമ്പനികൾക്ക് 2G സ്പെക്ട്രം വിറ്റ കേസിൽ DMK മന്ത്രിയായ A. രാജ നടത്തിയത് 1.76 ലക്ഷം കോടിയുടെ അഴിമതിയാണ് എന്ന ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ UPA സർക്കാരിന് രാജിവെക്കേണ്ടി വന്നു. ഇതുപോലെ ഇലക്ട്രൽ ബോണ്ട് എന്ന വഴി BJPയെയും EDയെയും ആദായ നികുതി വകുപ്പിനെയും ഒക്കെ ഉപയോഗിച്ച് ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തി ഇലക്ഷൻ ഫണ്ടിലേക്ക് കോടികൾ വാങ്ങിയെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷ കക്ഷികൾ ഒന്നാകെ ഒരു വിവാദമുണ്ടാക്കി. ഈ വിവാദത്തിന് പ്രശാന്ത് ഭൂഷണുമൊക്കെ കൂട്ടുനിൽക്കുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും തന്നെ നടന്നില്ല. ഇതിനു പിന്നിൽ കൈകോർത്തിരുന്നത് അതിവിപുലമായ മോദി വിരുദ്ധ ശക്തികളുടെ ഒരു ചേരി തന്നെയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചില മാധ്യമപ്രവർത്തകർ, US-ലെ ശതകോടീശ്വരൻ ജോർജ് സൊറോസുമായി ബന്ധമുള്ള ജേർണലിസ്റ്റുകൾ മുതൽ അഭിഭാഷകർ വരെ, മോദി വിരുദ്ധ NGOകൾ, ഇവരൊക്കെ ജിഹാദികൾ, കമ്മ്യൂണിസ്റ്റുകാർ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരെല്ലാം ചേർന്ന് നടത്തിയ ഒരു വെറും നനഞ്ഞ പടക്കം തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരിൽ പാകിസ്ഥാനിലെ ഹപ്പവർ എന്ന കമ്പനി ഉണ്ടെന്നും അവർക്ക് ഫണ്ട് BJPക്ക് നൽകിയെന്നുമൊക്കെ ചില മോദി വിരുദ്ധ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനെ പിന്തുണച്ച കോൺഗ്രസും ട്വിറ്ററിലൂടെയൊക്കെയും അതിനുള്ള ശ്രമം നടത്തി. പിന്നീടാണ് ഇതൊരു വ്യാജ വാർത്തയാണെന്നും ഹപ്പവർ എന്ന കമ്പനി ഡൽഹിയിലെ തട്ടിപ്പ് കമ്പനിയാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതൊരു വ്യാജ വാർത്തയാണെന്ന് അങ്ങനെ തെളിയുകയും ചെയ്തു. അങ്ങനെ മോദിയെ കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പുറത്തു വന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ DMK ആണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത്. ലോട്ടറി കുംഭകോണക്കാരനായ സാന്റിയാഗോ മാർട്ടിൻ ആണ് DMKക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുത്തത്. വെറും 38 MP-മാരുള്ള തമിഴ്നാട് എന്ന ഒറ്റ സംസ്ഥാനത്തിൽ മാത്രം ഭരണം ഒതുങ്ങി നിൽക്കുന്ന DMKക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി 656.5 കോടി കിട്ടിയത് മോദി വിരുദ്ധ ജേർണലിസ്റ്റുകളോ പ്രശാന്ത് ഭൂഷണെ പോലുള്ള അഭിഭാഷകരോ കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികളോ ഇപ്പോഴും കാര്യമായി ഉന്നയിക്കുന്നില്ല. മാത്രമല്ല, ഇവരുടെ ലക്ഷ്യം അദാനിയും അംബാനിയും തന്നെയായിരുന്നു. എന്നാൽ ഇവർ കാര്യമായി ബോണ്ടുകൾ വാങ്ങിയിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനായി അഹോരാത്രം പണിയെടുത്ത മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും അഭിഭാഷകരും കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും NGOകളും എല്ലാം വലിയ നിരാശയിലും അകപ്പെട്ടു കഴിഞ്ഞു. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ BRSനും തൃണമൂലിനും കോൺഗ്രസിനും കുറ്റമില്ല. എന്നാൽ അതുപോലെ തന്നെ തെലങ്കാനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയായ BRS 322 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് പണമാക്കി മാറ്റിക്കഴിഞ്ഞു. ഇത് ആരിൽ നിന്നാണെന്ന് ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല. ഇനി അതെല്ലാം പോട്ടെ, എല്ലാ പ്രതിപക്ഷ പാർട്ടികളും വാരിക്കോരി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി പണമാക്കി മാറ്റിക്കഴിഞ്ഞു. മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ആണ് BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് പണമാക്കി മാറ്റിയിരിക്കുന്നത്. 1397 കോടി രൂപയാണ് തൃണമൂൽ ഇലക്ട്രൽ ബോണ്ടിൽ നിന്നും വാങ്ങിക്കഴിഞ്ഞത്. ബംഗാളിൽ ഒതുങ്ങുന്ന പാർട്ടിയാണ് തൃണമൂൽ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കോൺഗ്രസിനും ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നും 1344 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇത് ആരിൽ നിന്നൊക്കെയാണെന്ന് കോൺഗ്രസും വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാ പാർട്ടികളും ഇലക്ട്രൽ ബോണ്ട് പണമാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. 1000 രൂപ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന ലഭിച്ചാൽ 100 രൂപ മാത്രം പാർട്ടിക്കും ബാക്കി നേതാക്കന്മാരുടെ പോക്കറ്റിലേക്കും എത്തുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പരാതി. ഈ പരാതി അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവന്ന സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തെയും തെരഞ്ഞെടുപ്പ് രംഗത്തും അടക്കി വാണിരുന്ന കള്ളപ്പണത്തെ നിയന്ത്രിക്കാനും ഇതുവഴി സാധിച്ചിട്ടുണ്ട്.
രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് ബാങ്ക് വഴി ലഭിക്കുന്ന ഇലക്ട്രൽ ബോണ്ട് മുഖേന ആക്കിയതോടെ ഈ പണമെല്ലാം നിയമാനുസൃതമായി മാറുകയും ചെയ്തു. സംഭാവനകൾ നൽകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കമ്പനികൾക്കും പണം നൽകുന്നതിന് പകരം SBIയുടെ പക്കൽ നിന്നും ബോണ്ടുകൾ വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാം. ബോണ്ടുകൾ വഴി ആരാണ് പണം തന്നതെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും SBIക്കുമൊക്കെ ഇത് കൃത്യമായി അറിയാനുമാകും. നേരത്തെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വഴികളായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നത്. 100 കോടി രൂപ രേഖകളിൽ കാണിക്കുമ്പോൾ തന്നെ മിക്ക പാർട്ടികളും 500 കോടിയും 1000 കോടിയും സംഭാവനകളായി വാങ്ങിക്കഴിഞ്ഞിരുന്നു. മാസാമാസം നടക്കുന്ന നിരവധി പ്രാദേശിക സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് ചെലവുകൾക്കുമായി ഈ പണം ശരിയല്ലാത്ത മാർഗത്തിലൂടെ വിനിയോഗിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിന് അവസരം ലഭിക്കാതിരിക്കാൻ ഇലക്ട്രൽ ബോണ്ടിലൂടെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇലക്ട്രൽ ബോണ്ടിനെതിരായ സുപ്രീം കോടതി വിധിയോടെ താൽക്കാലികമായി സംവിധാനം ഇല്ലാതായെങ്കിലും കുറച്ചുകൂടി പരിഷ്കരിച്ച മാതൃകയിൽ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിക്കാനുള്ള ആലോചനകൾ കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 20,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്ക്. ഇതിൽ 6,000 കോടി രൂപ മാത്രമാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ BJPക്ക് ലഭിച്ചത്. ബാക്കി 14,000 കോടി രൂപയും പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ലഭിച്ചത്. ലോക്സഭയിലും രാജ്യസഭയിലുമാകെ 400-ലധികം MPമാരും 1,500-ലധികം MLAമാരും 18ഓളം സംസ്ഥാനങ്ങളിൽ ഭരണവുമുള്ള BJPക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ 1/3 പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 22 MPമാരും പശ്ചിമ ബംഗാൾ ഭരണവും മാത്രം കൈമുതലായുള്ള തൃണമൂൽ കോൺഗ്രസിന് 1,400 കോടി രൂപയോളമാണ് ലഭിച്ചിരിക്കുന്നത്. 80 MPമാരും 600ഓളം MLAമാരും 3 സംസ്ഥാനങ്ങളും ഭരിക്കുന്ന രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് 1,350 കോടി രൂപ ബോണ്ടായി ലഭിച്ചു. തെലങ്കാന ഭരിച്ചിരുന്ന BRSന് 1,322 കോടി രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട് ഭരിക്കുന്ന DMKക്ക് 656 കോടി രൂപയാണ് ബോണ്ടിനത്തിൽ ലഭിച്ചത്. ഇതിൽ വിവാദ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനാണ് 509 കോടി രൂപയുടെ ബോണ്ടും നൽകിയത്. മാർട്ടിന്റെ കമ്പനിയായ ഫ്യൂച്ചർ ഗെയിം ആൻഡ് ഹോട്ടൽ സർവീസ് ഇലക്ട്രൽ ബോണ്ടായി സമാഹരിച്ച 1,367 കോടി രൂപയുടെ 37% തുകയും DMKക്ക് നൽകി. ബാക്കി തുക ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനാണ് ലഭിച്ചതെന്നാണ് വിവരം. 2022-23 കാലത്ത് തൃണമൂൽ നേതാവായ അനുബ്രത മൊണ്ടാലിന്റെ മകൾക്കുമായി മാർട്ടിന്റെ ഡിയർ ലോട്ടറി 5 തവണയാണ് ഒന്നാം സമ്മാനം അടിച്ചതെന്നും ആ ലോട്ടറി മാർട്ടിൻ തൃണമൂൽ ബന്ധത്തിന്റെ തെളിവാണെന്നും പറയപ്പെടുന്നു. അംബാനിയും അദാനിയും BJPക്കായി ശതകോടികൾ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയിട്ടുണ്ടാവാമെന്ന പ്രതീക്ഷയിൽ വിവാദത്തിനിറങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ബോണ്ടിലെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇപ്പോൾ മഹാമൗനത്തിലാണ്. ഇലക്ട്രൽ ബോണ്ടിലെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നതോടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാനാവാത്ത അവസ്ഥ തന്നെ വരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഈ പ്രസ്താവന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ പ്രതിസന്ധിയിലുമാക്കി. ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇലക്ട്രൽ ബോണ്ട് വഴി വൻതുക സമാഹരിച്ച ശേഷം കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് കൂടി വെളിവാവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് കൂടുതൽ തെളിഞ്ഞു വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ കേന്ദ്ര സർക്കാരിനെ അടിക്കാനുള്ള വടിയായി ഇലക്ട്രൽ ബോണ്ട് എന്ന വിഷയത്തെ ഉപയോഗിക്കാനിറങ്ങിയ പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമം പൊളിയുക തന്നെ ചെയ്തു. ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയവരുടെ മുഴുവൻ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയതോടെയാണ് ഇത് ഉണ്ടായത്. രാജ്യത്തെ എല്ലാ പാർട്ടികളും ബോണ്ടുകൾ സമാഹരിച്ചിരുന്നുവെന്ന് തെളിഞ്ഞതോടെ വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കവും ദുർബലമായി. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 500 കോടി രൂപയിലധികം തമിഴ്നാട്ടിലെ DMK സ്വീകരിച്ച വാർത്ത പ്രതിസന്ധിയാക്കിയത് ഇടതു പാർട്ടികളെ തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളിൽ DMKയുടെ പണം കൈപ്പറ്റിയ CPMഉം CPIയും അതേപ്പറ്റി മഹാമൗനത്തിലും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റിന് മുകളിലേക്ക് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന BJPയെ തടയാൻ ഇനി ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിച്ചു കഴിഞ്ഞിട്ടും ഒന്നും തന്നെ ഫലപ്രദമാകുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്ന വിവാദങ്ങളെല്ലാം പ്രധാനമന്ത്രിക്കും കൂട്ടർക്കും അനുകൂലമായി മാറുകയും ചെയ്യുന്നു. ഇലക്ട്രൽ ബോണ്ട് വിഷയവും അതുതന്നെയാണ്. 2 കൈയും നീട്ടി വ്യക്തികളിൽ നിന്നും കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ ബോണ്ടിനത്തിൽ വാങ്ങിയ ശേഷം ഉത്തരവാദിത്വം BJPക്ക് മാത്രമാണെന്ന നിലപാടിൽ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്. അതുതന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും.